എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള ആയിട്ടുള്ള PNCMAC.in എന്ന വെബ്സൈറ്റ് വഴിയുള്ള BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ നാളെ അവസാനിക്കും. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഇന്ന് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് 1000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം മിനിമം 10-15 കോളേജുകളാണ് നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കോളേജുകൾ കോഴ്സുകളും ഓപ്ഷൻസായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോസ്പെക്ടസും കൊടുത്തിട്ടുണ്ട്. പ്രോസ്പെക്ടസിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഒരു വർഷം അതുപോലെ 4 വർഷത്തേക്ക് ഫീസ് ഇനത്തിൽ വരിക എന്നുള്ള ഡീറ്റെയിൽസൊക്കെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇതിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ജെൻഡർ കൊടുക്കുന്ന സമയത്ത് ഫീമെയിൽ ആണോ മെയിലാണോ അതുപോലെ ട്രാൻസ്ജെൻഡർ ആണോ ഇതിലേതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം ചില വിദ്യാർത്ഥികൾ ഫീമെയിലിന് പകരം മെയിലൊക്കെ സെലക്ട് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു നൽകിയ ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും മാറിപ്പോവരുത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് ഷെഡ്യൂളും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസൊക്കെ പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് എപ്പോഴാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ PNCMACലുള്ള അപേക്ഷയിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭ്യമായിരിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട്. കാരണം അപേക്ഷയിൽ തെറ്റുണ്ടാവുകയാണെങ്കിൽ പിന്നീട് അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ ഓരോ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാൻ മുമ്പായിട്ടും നിങ്ങളുടെ ആ ഒരു നൽകിയ ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണെന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 17-ാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ജൂലൈ 17-ാം തീയതിക്ക് ശേഷം പിന്നീട് ഈ ഒരു അപേക്ഷ നൽകുന്നതിനുള്ള ഡേറ്റ് നീട്ടുമോ എന്ന് അറിയില്ല. കാരണം നീട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം MCS FNCKയിൽ 15-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ അവിടെ ആ ഒരു ഡേറ്റ് ചേഞ്ച് ചെയ്തതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ഈ ഒരു അപേക്ഷ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് തന്നെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് PNCMACൽ എത്ര രൂപയാണ് വിദ്യാർത്ഥികൾക്ക് ഫീസ് വരിക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫീസ് വരുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് നിങ്ങൾക്ക് ആദ്യ വർഷം വരുന്നത് 1,13,000 രൂപയാണ് ഈ ഒരു കോഴ്സ് ഫീസും അതുപോലെ തന്നെ അതായത് ട്യൂഷൻ ഫീസും അതുപോലെ സ്പെഷ്യൽ ഫീസും വരുന്നത് ടോട്ടൽ. അതുപോലെ തന്നെ രണ്ടാം വർഷം മുതൽ ഈ ഒരു 10,000 1,02,300 സംതിങ് ആ ഒരു രീതിയിലാണ്. അതായത് 1,02,000 സംതിങ് ഫീസാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ഈ ഒരു ഫീ ഡീറ്റെയിൽസും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആ ഒരു കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസായിട്ട് വെക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫീസാണ് നിങ്ങൾക്ക് പിന്നീട് വരുന്ന ബാക്കിയുള്ള 3 വർഷത്തേക്കും വരുന്നത്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് യൂണിഫോം അതുപോലെ തന്നെ സ്റ്റേഷനറീസ് അതുപോലെ PTA ഫണ്ട് ഇതുപോലുള്ള മറ്റ് എക്സ്ട്രാ ഫീസുകൾ എക്സ്ട്രാ ആയിട്ട് വരുന്നതായിരിക്കും. അതുകൂടി വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഏകദേശം 48 കോളേജുകളാണുള്ളത്. അപ്പോൾ 48 കോളേജിലേക്കുള്ള പ്രവേശനമാണ് ഈ ഒരു PNCMAC വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഈ 48 കോളേജിലും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ലെങ്കിലും നിങ്ങളുടെ താല്പര്യമുള്ള കോളേജുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകുന്നതിനുള്ള അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ആയിരിക്കണം നിങ്ങൾ ഓപ്ഷൻസായിട്ട് വെക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഈ ഒരു താല്പര്യമുള്ള കോഴ്സുകളല്ല താല്പര്യമുള്ള കോളേജുകളാണ് ഓപ്ഷൻസായിട്ട് വെക്കേണ്ടത്. കാരണം BSc നഴ്സിംഗ് കോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളായിരിക്കണം ഓപ്ഷൻസായിട്ട് വെക്കേണ്ടത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഈ ഒരു PNCMAC വഴി അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ഏകദേശം അടക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് അതായത് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് 25,000 രൂപയാണ് നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഈ ഒരു ഫീസ് അടച്ച ശേഷം നിങ്ങൾക്ക് പിന്നീട് അടുത്ത ദിവസം തന്നെ പോയിട്ട് അഡ്മിഷൻ നേടുന്നതിനുള്ള സൗകര്യം ലഭ്യമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു നിങ്ങളുടെ അപേക്ഷ നൽകിയ ശേഷം നിങ്ങൾക്ക് 22-ാം തീയതിയുടെ റാങ്ക് ഡീറ്റെയിൽസ് അതായത് റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കാം. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് ഈ ഒരു 24-ാം തീയതിയാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് ഇല്ല, അതിന് പകരം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആണുള്ളത്. അത് 24-ാം തീയതിക്ക് 6 മണിക്ക് ശേഷമാണ് വരിക. അതിനുശേഷം ഫീ റെമിറ്റൻസ് ഈ ഒരു 29-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം 31-ാം തീയതിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ
കോളേജിൽ ജോയിൻ ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളെയും നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് ഈ ഒരു ഓഗസ്റ്റ് 1-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഓഗസ്റ്റ് 2-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ശേഷവും അതിൻ്റെ ഫീ പേയ്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അന്ന്, അതായത് ഏകദേശം ഈ ഒരു ഓഗസ്റ്റ് 6-ാം തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കോളേജിൽ ജോയിൻ ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയുള്ള വിദ്യാർത്ഥികളിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെയും ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. അതിനുശേഷം നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. 8-ാം തീയതി വന്ന ശേഷം ഫീ പേയ്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് ആ റിസൾട്ട് വന്ന ശേഷം ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത് ഓഗസ്റ്റ് 12-ാം തീയതിക്ക് 5 മണിക്ക് മുൻപായിട്ടാണ്. അതിനുശേഷം ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളെയും കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെയും നേടാത്ത വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ഓഗസ്റ്റ് 13-നാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് സെപ്റ്റംബർ 30-നാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് സ്പോട്ട് അഡ്മിഷനും അതുപോലെ തന്നെ മറ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളും ഒക്കെ ഇതിനിടയിൽ നടക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഷെഡ്യൂൾ കറക്റ്റായിട്ട് സാധാരണഗതിയിൽ ഈ ഒരു ഷെഡ്യൂൾ കറക്റ്റായിട്ട് ഈ ഒരു PNCMAC ഫോളോ ചെയ്യാറുണ്ട്. കാരണം ഈ ഒരു ഷെഡ്യൂളിനനുസരിച്ച് തന്നെയാണ് സാധാരണഗതിയിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റും അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും അഡ്മിഷനും അതുപോലെ മറ്റ് ഡീറ്റെയിൽസൊക്കെ വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 25,000 രൂപയാണ് വിദ്യാർത്ഥികൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടി വരിക. ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കാതെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് താൽക്കാലികമായിട്ടും ടെമ്പററി, അതായത് ഈ പെർമനൻ്റായിട്ടും അഡ്മിഷൻ നേടാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.